ഉറക്കത്തിലായിരുന്ന കുറേ മനുഷ്യർക്കു നേരെ പൊടുന്നനെ പാഞ്ഞെടുക്കുന്ന ഷെല്ലുകളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഉറി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ മേൽക്കൂരകളടക്കം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കത്തിക്കറിഞ്ഞ വീടുകൾ മാത്രമാണ് ഇവിടങ്ങളിൽ അവശേഷിക്കുന്നത്. LKG आपका घर है, आगे वॉक करो. ആക്രമണമുണ്ടായി ഒരു മാസത്തിലേറെയായി. ഉറിയിൽ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ സലാമാബാദ് എന്ന ഗ്രാമമെത്തും. അടുത്തടുത്ത 2 വീടുകൾ കത്തിക്കരിഞ്ഞു കിടപ്പുണ്ട്. തറയിൽ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ വീട്ടുപകരണങ്ങൾ, ചെരുപ്പ് തുടങ്ങിയ സാമഗ്രികളൊക്കെയും. കഷ്ടപ്പാടിൽ പടുത്തുയർത്തിയ വീടുകൾക്ക് മുന്നിൽ നിസ്സഹായരായ സ്ത്രീകളും കുഞ്ഞുങ്ങളും. ईद के दिन बच्चे थे बाहर, फिर हमने शीशे वीशे लगाए, दरवाजे लगाए, फिर हम आज रह रहे हैं मकान में. अभी शीशे टूट गए हैं, ये टूट गया है, सब कुछ टूट गया है. ये 2 भाई बेबस हैं, है ही नहीं, इनके पास कुछ गुजारा है ही नहीं. ये आज भी बाहर बैठे हैं. 2 വീടുകളിലുമായി 8ഓളം പേരുണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി വീടിനു നേരെ ഷെല്ലുകൾ പാഞ്ഞെടുത്തതെന്നും ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്കടക്കം പരുക്കേറ്റതായും സൈമ പറഞ്ഞു. पहले तो रात को हम सोए थे, तकरीबन 3 बजे हम उठे. रात को 7 बजे के 7 डेट थी, 7 तारीख थी, तो हम 3 बजे उठे. 3 बजे उठ के जब हमें थोड़ी आवाज़ आने लगी, हम गए नीचे. वहाँ नीचे वाले घर में हमें बोला कि आप वो लेंटर वाला घर है, आप वहाँ जाओ. तब तक हम वहाँ पे जाते, हम वहाँ पे पहुँचते 5 सेकंड हुए थे पहुँचते, तब तक शैल पड़ता ही आके. तो फिर हम वहाँ पे जो उसके स्प्लेंडर वगैरह सब थे. പലരും തകർന്ന വീട് വിട്ട് മറ്റിടങ്ങളിൽ അഭയാർത്ഥികളെ പോലെ തുടരുന്നുണ്ട്. താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഇൻഡോ പാക് ട്രേഡ് ഫെസിലിറ്റേഷൻ സെന്ററിലെ കുഞ്ഞുമുറികളിലായി 5ഉം 6ഉം കുടുംബങ്ങൾ. ഒരു കുടുംബത്തിൽ തന്നെ 8ഓളം അംഗങ്ങൾ. ആവശ്യത്തിന് കുടിവെള്ളമില്ല. पानी नहीं, हमें बहुत दिक्कत आ रही है. जब हमें ईद थी, हमें ईद में पानी कुछ भी नहीं है ना. एक तो बच्चे पढ़ रहे हैं, उनको एक बिल्डिंग दी, इसमें 8 मेंबर कहाँ से क्या करेंगे, कैसे पढ़ाई करेंगे आप बोलो. यहाँ पे पानी नहीं है, कुछ फैसिलिटी नहीं है. പുനരധിവാസ നടപടിക്രമങ്ങൾ ഫലപ്രദമാക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല. മതിയായ നഷ്ടപരിഹാരത്തുക നൽകുന്നതിലും വിമുഖത തുടരുകയാണ്. ആക്രമണമുണ്ടായി ഒരു മാസം കഴിയുമ്പോൾ അതിർത്തി മേഖലകൾ ശാന്തമാണെങ്കിലും ആ ദുരന്തം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഇതുവരെയും ഇവിടുത്തെ ജനങ്ങൾ രക്ഷ നേടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ ഈ അതിർത്തി മേഖലകളിലെ ഗ്രാമവാസികൾ. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം കശ്മീരിൽ നിന്നും സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.